ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യം ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സോനെ, നിന്റെ ഭർത്താവ് നിന്നെ അടിക്കലും ഉപദേശിക്കുന്നത് അതൊക്കെ എത്ര വലിയ തെറ്റാണോ? അതിന് നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ആദ്യം സോന റൂമിൽ കയറി കഥ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ സോന പറയാണ്, അതെ, എന്നെ അടിക്കേണ്ട ആവശ്യം എന്താണുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സോനെ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നിൻ്റെ ഭർത്താവായ ഞാൻ നിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ അത് കേട്ടിട്ട് സുശീല പറയണേ, എൻ്റെ മകളെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അടിക്കാനുള്ള യാതൊരുവിധ അവകാശവും നിനക്കില്ല. അപ്പോൾ തന്നെ സത്യം ചോദിക്കുകയാണ്, എന്ത് അവകാശം ഇല്ലെന്നാണ് അമ്മ പറയുന്നത്? പ്രതിഭയെ അടിക്കാൻ അമ്മ പറയാറുണ്ടല്ലോ, ഭാര്യയെ നിലക്ക് നിർത്തണമെന്ന് അമ്മ പറയാറുണ്ടല്ലോ, അപ്പോൾ സോനയ്ക്ക് എന്താ വേറെ നിയമം? അപ്പോൾ ഇത് കേട്ടിട്ട് അനുപമക്ക് ഇങ്ങനെ ദേഷ്യം വരും. അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നുന്നുണ്ട്. പക്ഷേ താൻ ഇറങ്ങി വന്നാലും തൻ്റെ വാക്കുകൾക്ക് അത് കുനിഷ്ടായി കാണുന്ന സുശീലക്ക് മുന്നിൽ പോവാതിരിക്കുക തന്നെ നല്ലതെന്ന് തോന്നിയിട്ട് അവിടെ ഇരിക്കുകയാണ്. വെച്ചുമ്പോൾ ചോദിക്കുക, എന്താ അമ്മേ? ഒന്നുമില്ല, നീ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സുശീല വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യൻ ചോദിക്കുകയാണ്, അല്ല, ഈ ഏട്ടത്തിയെ അമ്മ പലവട്ടം ഇവിടെ നിന്ന് ഇന്ദ്രേട്ടനോട് അടിച്ചു പുറത്താക്കിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ സോന എന്താ ഒരു ഭാര്യയല്ലേ, അവൾക്ക് ഈ നിയമങ്ങളൊന്നുമില്ലേ? ഭർത്താവിനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്തം അവൾക്കില്ലേ? എനിക്ക് അങ്ങനെ ഒരാൾക്കൊരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമമൊന്നുമില്ല. ഇപ്പോഴും ഈ നിയമം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളോട് ഞാൻ ആ ലോട്ടറി ടിക്കറ്റ് ഒന്ന് പേപ്പറിൽ നോക്കി തരാൻ പറഞ്ഞു, അത് ഇത്ര വലിയ തെറ്റാണ്. അതിന് എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവൾ അടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും സോനക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ, സോന, നിൻ്റെയും അതേ അഭിപ്രായം തന്നെയാണോ? നിനക്ക് ഷാമു മാപ്പ് പറയണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം, അതെ, എന്നെ അടിച്ചത് തെറ്റ് തന്നെയാണ്, അത് എനിക്ക് അങ്ങനെ അങ്ങ് അംഗീകരിച്ച് തരാനൊന്നും എനിക്ക് പറ്റില്ല. എന്നെ അടിച്ചത് നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയെന്ന് സോന പറയാണ്. അപ്പോൾ ഷ്യാമിന് ഇത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഷ്യാം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കാരണം ഷ്യാമിനെ ഇനിയും വിലകടായി സംസാരിക്കുന്ന ഷ്യാമിന് ഇതാവുകയാണ്. അപ്പോൾ ഈ സമയം സുശീല പറയണേ, ജോലിയും കൂലിയും ഇല്ലാതെ ഇവനെ തീറ്റിപ്പോറ്റുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛ വീട്ടിൽ പെട്ടി കൊടുക്കുന്നവനെ ഒരിക്കലും ഭാര്യതല്ലരുത്. നിങ്ങളൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് നല്ല അന്തസ്സായി തിന്നാൻ കൊടുക്കുന്നവനാണ്. ഇവൻ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഷ്യാമിന് വലിയ സങ്കടമാകുകയാണ്. ക്ഷമ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം ഇന്ദ്രന് ക്ഷമ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ക്ഷമ, എവിടോട്ടാണ് പോകുന്നത്? ഞാൻ പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അച്ഛ വീട്ടിൽ പെറ്റി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സങ്കടം ഉണ്ടെന്ന് പറയണേ. എൻ്റെ ക്ഷമ, നീ ഇറങ്ങിപ്പോകുന്നതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധിയാവോ? അപ്പോഴേക്കും സത്യം വരികയാണ്. അപ്പോൾ സത്യം എന്നോട് ചോദിക്കുക, എന്താ സത്യം ഇവിടെ ഉണ്ടായത്? അത് സോനയോട് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. നിന്നോട് ആര് പറഞ്ഞു സോനയോട് സംസാരിക്കാൻ? ഞാനും കൂടി വന്നിട്ട് സംസാരിച്ചാൽ പോരെ സത്യം എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്തിനാ സംസാരിച്ചത്? അവൾ അമ്മയായി മാറുക തന്നെയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ്, അവൾ അമ്മ തന്നെ ആയി മാറുകയാണ്. പക്ഷേ ഷ്യാമ, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ സുഖമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുതെന്ന്. എൻ്റെ മാനസികാവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം. ഞാൻ എത്രമാത്രം ടെൻഷൻ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടെന്ന്. കാരണം ഇത്രയും സഹിച്ചു ക്ഷമിച്ചു എൻ്റെ ക്ഷാമേ, നീ എല്ലാം സഹിച്ചു ക്ഷമിച്ചു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് ഇവിടുത്തെ ആ ഒരു കളി ഉണ്ടല്ലോ, ആ കളി നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇവരുടെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും നമ്മളും അതുപോലെ തിരിച്ചടിക്കുന്ന ആ ഒരു ലെവലിൽ നിൽക്കണം. എങ്കിൽ മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അമ്മ പറയുന്നത്, എന്ത് തന്നെ ആണെങ്കിലും ഈ പരിഹസിക്കുന്നത് കുറേയൊക്കെ ആവാം, പക്ഷേ കൂടുതലാകുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ടോടെ തന്നെ, ക്ഷമ, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, സോനയ്ക്ക്. കാരണം സോന അത് ഇതാവും. അപ്പോൾ ഉടനെ തന്നെ സത്യം പറയാം, അതൊക്കെ തോന്നലാണ്. സോന പഠിക്കും, ക്ഷാമ ഇറങ്ങിപ്പോയാൽ ക്ഷാമിനെ കാണാതെ. എടാ സത്യം, എനിക്ക് ബുദ്ധിയില്ല, അവൾ അമ്മയുടെ മകളാണ്, അമ്മയുടെ മകള് അതേ ചെയ്യത്തുള്ളൂ. ഈ പറയുന്ന പിന്നെ അച്ഛൻ അങ്ങനെയുള്ള സംസാരത്തിലോട്ട് എത്തുന്നുണ്ടോ. അപ്പോൾ ഉടനെ തന്നെ, അത് തന്നെ ഷ്യാമേ, നിൻ്റെ കുഞ്ഞിന് അച്ഛനെ ഇല്ലാതാവും, അത്രേ ഉണ്ടാവുള്ളൂ. അവൾക്ക് നീ ഇറങ്ങിപ്പോയി എന്ന് കരുതി അവൾക്ക് യാതൊരു വിഷയവും ഉണ്ടാവില്ല. നിനക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെടും, അത് നീ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് മുന്നും പിന്നും ചിന്തിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കയറാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവൾ അമ്മയെ പോലെ തന്നെ ആവുകയാണ്, അതിന് ചില തന്ത്രങ്ങൾ നീ പയറ്റണം. അപ്പോൾ ഉടൻ തന്നെ, ഇനി വയ്യ പരിഹസിക്കാൻ, ഇനി കേൾക്കാൻ വയ്യ പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും. അപമാനിതനായി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. അതുകൊണ്ട് ഇന്ദ്രട്ടനൊന്നും തോന്നരുത്, ഞാനില്ല, നീ ഒരു അപമാനിതനും ആവില്ല, നീ സംസാരിക്കൂല, നീ മിണ്ടാൻ നിന്നാൽ മതി, സംസാരം മുഴുവൻ ഞാൻ ചെയ്തോളാം, നീ എൻ്റെ കൂടെ വാ ക്ഷാമ എന്ന് പറഞ്ഞ് വിളിക്കണം. അങ്ങനെ സമയം സുശീല ഒരു റൂമിൽ കഥ കടിച്ചിരിക്കുന്നു, സോന ഒരു റൂമിൽ കഥ കടിച്ചിരിക്കുന്നു, അനുഭവം വേറെ റൂമിൽ കേട്ടോ. എല്ലാവരും റൂമിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഉടൻ തന്നെ സോനയുടെ റൂമിൽ ചെന്ന്, സോനെ വാതിൽ തുറക്കേ എന്ന് ഇന്ദ്രൻ പറയാണ്.
അപ്പോൾ സോന തുറക്കുന്നില്ല. ഈ സമയം സുശീല ഇരുന്നോടത്ത് നിൽക്കുകയാണ്. ഈശ്വര, ഇന്ദ്രനാണല്ലോ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ കതക് തുറന്നാലോ എന്ന് പറഞ്ഞ് കതകുമ്പോൾ കൈ വെക്കുമ്പോൾ സുശീലക്ക് തോന്നും അത് വേണ്ട, ഈ സമയം അവൻ്റെ മുന്നിലോട്ട് പോവാതിരിക്കുന്നേ നല്ലത് എന്ന പേടിയിൽ സുശീല അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം സോന കതക് തുറക്കുന്നുണ്ടോ? സോന, ഞാനാണ്, ഇന്ദ്രനാണ്, നിൻ്റെ ഏട്ടനാണ്, മര്യാദക്ക് കതക് തുറക്ക് സോന, നീ കതക് തുറക്കുന്നുണ്ടോടി, നീ കതക് തുറക്കുന്നുണ്ടോ എന്നിങ്ങനെ ആവർത്തിച്ച് വിളിക്കുമ്പോൾ സോന, എന്തിനാ നിങ്ങൾ എന്നിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നത്, എന്താ ഇന്ദ്രേട്ടൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ ഭർത്താവായി ഈ നിൽക്കുന്ന ഷ്യാമിൻ നിന്റെ കാല് പിടിച്ചാലേ ഷ്യാമിനെ അവിടെ നിർത്തുമെന്നുള്ളൂ. അപ്പോൾ തന്നെ സോന അത് പറഞ്ഞ ഉടൻ തന്നെ, അതിന് ഞാൻ ആരോടും കാല് പിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അമ്മയാണ് കാല് പിടിക്കാൻ പറഞ്ഞത്, ഞാൻ എന്തിനാ ആരോടെങ്കിലും കാല് പിടിക്കാൻ പറയേണ്ട ആവശ്യം, എന്നാൽ ഞാൻ നിൻ്റെ കാല് പിടിച്ചാൽ മതിയോ? നിൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നീ അനുവദിക്കരുത്, നിൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാതാവും, നിനക്കാണ് നഷ്ടമെന്ന് നീ ആലോചിക്കണം, ഇടപെടുന്നതിനെ നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ സോന പറയണേ, ഞാനതിന് ആരോടും കാല് പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതെ, നീ അമ്മയുടെ സ്വഭാവം എടുക്കണ്ട, നീ ഇപ്പോൾ കാണിച്ചത് തീരെ ശരിയല്ല. നിൻ്റെ അച്ഛനുണ്ടല്ലോ ആ പുറത്ത് ആ ഇരിക്കുന്ന മനുഷ്യൻ നിന്നോട് ചൂടുവെള്ളം ചോദിച്ചപ്പോൾ നീ കൊടുന്നു കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ നീ എന്നോട് പറഞ്ഞ സംസാരം എന്താണ്? അമ്മ ഈ അച്ഛനായി അംഗീകരിക്കാത്തോടത്തോളം അങ്ങനെയല്ലേ നീ എന്നോട് സംസാരിച്ചത്? അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അയാളുടെ കാര്യത്തിൽ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം എടുക്കുന്നത്? നിൻ്റെ അമ്മ പറഞ്ഞാലാണ് നിൻ്റെ അച്ഛനെ നീ അംഗീകരിക്കുള്ളൂ എങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണ്ടേ? നിൻ്റെ സ്വന്തം ജീവിതമാണ് നീ തകർക്കുന്നത്. നിൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലാതാവുമ്പോൾ നീ സ്വയം തീരുമാനം എടുക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നീ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതമാണ് സോനെ തകരുന്നത്. അത് നീ ആലോചിച്ചാൽ നന്നേന്ന് പറയട്ടോ. ഈ സമയം സുശീല, പക്ഷേ ഇവൻ കൂട്ടുകൊടുത്തിരിക്കുന്നത് എനിക്കാണല്ലോ, അതായത് ആരും നിൻ്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറയുന്ന ആ വാക്കാണല്ലോ ഇവ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കാൻ. അപ്പം അനുപമേ ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഷ്യാം നിൻ്റെ ഭർത്താവാണ്, അവന് നീ ഒരു വില കൊടുക്കണം, അതാണ് നീ ചെയ്യേണ്ടത്. നിന്റെ ഭർത്താവെന്നുള്ള പരിഗണനയെ നീ കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവിതമാണ് തകരുന്നത്. ഇനി നീ ഈ ഒരു പരിപാടി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ, നീ ഷ്യാമിനെ ഈ വീട് വിട്ട് ഇറക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, നീ ഒരു കാര്യം ചിന്തിച്ചോ, നിനക്ക് അമ്മ തന്നെ ഉണ്ടാവുള്ളൂ, നിന്റെ ഏട്ടന്മാർ നിന്റെ കൂടെ ഉണ്ടാവില്ല. അത് നീ ചിന്തിക്കുന്നത് നല്ലതാണ്. നീയും നിന്റെ അമ്മയും കൂടി ഒരുമിച്ചുള്ളൊരു ജീവിതം മുന്നോട്ട് പോകണോ, അതോ ഷ്യാമിനെ ഷ്യാം പറഞ്ഞതനുസരിച്ച് നീ നിൽക്കണമെന്ന് ചിന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഈ സമയം സുശീല ആകെ പെട്ടിരിക്കുകയാണ്. ഈശ്വര, ഇവൻ എന്തായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ സുശീലക്ക് പുറത്തു വരാനും പേടിയാണ്. ഇതേ സമയം ഇതൊക്കെ കേട്ട് ശേഖരൻ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. എന്താ വീടിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നാൽ പുറത്തോട്ട് ഇറങ്ങി റൂമിലോട്ട് വരികയാണ് അനുപമയുടെ അടുത്തോട്ട്. ഇന്ദ്രൻ ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത്. ഓ, ഇന്ദ്രേട്ടൻ വന്നൂലേ, പ്രശ്നത്തിനൊരു പരിഹാരമായില്ലേ, അവളെ ഒരു സുശീല ആവാൻ ശ്രമിക്കുകയാണ്, ഈ സുശീലയുടെ സ്വഭാവം തന്നെയാണ് അവൾ എടുക്കുന്നത് എന്ന് ഇന്ദ്രൻ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന അനുപമ ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയണേ, സുശീല ആവാനാണ് അവൾ ശ്രമിക്കുന്നത്, ഷ്യാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഷ്യാം തിരികെ വന്നാലും അവൾ വിഷയമേ അല്ല. അപ്പോൾ ഇന്ദ്രേട്ടൻ പറഞ്ഞത് എന്താ ഇതിനർത്ഥം? അമ്മ ഈ പറയുന്ന അമ്മയുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെയാണ് അച്ഛൻ ഇറങ്ങിപ്പോയത് എന്നതിലൊരു പൊരുളുണ്ടല്ലോ. അപ്പോൾ ഇതേ സമയം ഇന്ദ്രനെ ഒന്നിങ്ങനെ നോക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചതാണ്, അതുപോലെയാണല്ലോ സോന ആയിത്തീർന്ന്. അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും ഇനി സോനയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഷ്യാമിൻ്റെ ജീവിതത്തിൽ അവൾ വല്ലാതെ അങ്ങ് തട്ടിക്കളിക്കില്ല, ഇനി ഒരു പരിഗണന കൊടുക്കും, അത് ഉറപ്പുള്ള. എനിക്ക് തോന്നുന്നില്ല അവളൊരു സുശീലയാവാനാണ് ശ്രമിക്കുന്നത്. സുശീലയായി അവൾ ഇവിടെ ജീവിച്ചോട്ടെ, അടുത്ത സുശീല, ഈ തലമുറ നഷ്ടപ്പെട്ട അടുത്ത സുശീല അവളായിക്കോട്ടെ. ഞാനും സത്യനും ഞങ്ങളുടെ പണി നോക്കി പോകുമ്പോൾ അവൾ പഠിച്ചോളും എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഇവർക്ക് ഭയങ്കര സന്തോഷമാവാണ്. പറയാൻ വാക്കുകളില്ല അനുപമക്ക് കേട്ടോ. കാരണം കുടുംബത്തിന് ഒരു സമാധാനം കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ പതിയെ പതിയെ വ്യത്യാസം വന്നു തുടങ്ങുകയാണ്. ഇതേ സമയം ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ തൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, CCTVയുടെ ഓർഡർ കിട്ടാൻ, എഗ്രിമെൻ്റ് എഴുതാൻ. ആരും തന്നെ എഗ്രിമെൻ്റ് എഴുതുന്നില്ല. അപ്പോൾ ലംബോദരൻ വന്ന് ചോദിക്കുകയാണ്, എന്താ വിനയ? അല്ല, CCTVയുടെ ഓർഡർ കിട്ടാൻ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആരും തന്നെ എഗ്രിമെൻ്റ് എഴുതുന്നില്ല. എൻ്റെ വിനയ, വേണ്ടപ്പെട്ടവർ വിളിക്കുക, അപ്പോൾ തീർച്ചയായും കിട്ടുമെന്ന് പറയണേ.
അപ്പോഴാണ് കേട്ടോ അമ്മ എവിടെ, കുഞ്ഞിൻ്റെ അമ്മ എവിടെ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. നിൻ്റെ മക്കളുടെ അടുത്തുണ്ട്, എന്തിനാ അവരെ ഏത് സമയത്തും അമ്മ അങ്ങനെ പരിപാലിക്കാൻ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മക്ക് അമ്മയുടേതായ 100 കൂട്ടം പണിയില്ലേ. നിൻ്റെ മക്കൾ തന്നെയല്ലേ അവർ, അതെൻ്റെ മക്കളൊന്നുമല്ല, അത് ചീരുവിൻ്റെ മക്കളാണ്. ചീരുവിന് വേണമെങ്കിൽ അവരെ നോക്കാം, എനിക്ക് അവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴേക്കും ലതിക അങ്ങോട്ടേക്ക് വരിക. എന്തിനാ നീ കിടന്നിങ്ങനെ അലറുന്നത്? അപ്പോൾ തൻ്റെ കുഞ്ഞ് കരയണേ. അയ്യോ എൻ്റെ മോനത കരയുന്നതെന്ന് പറയണം കേട്ടോ. അമ്മ അങ്ങോട്ട് പോയി, എൻ്റെ മോനത കരയുന്നതെന്ന് പറയണേ. ഇതൊക്കെ കേട്ടോടെ തന്നെ ലതിക പറയണേ, നിൻ്റെ 2 മക്കളും അതുപോലെ അവിടെ അപ്പുറത്തുണ്ടല്ലോ, അവരുടെ കാര്യം അമ്മ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് താനേ എല്ലാം ചെയ്യാറേ. അവർക്ക് പനിയുണ്ട്, അത് മനസ്സിലാക്കുക. വയ്യാതെ കിടക്കുന്ന കുട്ടികളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. അവർക്ക് പനിയുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് പനി പകരുമോ? അത് പറ്റത്തില്ല. അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടു പോയിക്കേ എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അലറണ്ട, ഞാൻ പോയിക്കോളാം, അമ്മ പോകുന്നോ അതോ ഞാൻ പോകുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ ആൺകുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയാൽ മതി എന്ന് വിനയൻ പറയുകയാണ്. ഇതേ സമയം ലംബോദരൻ പറയണേ, വിനയ, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഉടൻ തന്നെ ശരിയാണ് പറഞ്ഞത്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല. ഈ വീട്ടിൽ ആ 2 എണ്ണത്തിന് പനി വന്നാൽ എൻ്റെ മോനിക്കും പനി വരും. അത് കേട്ടോടെ തന്നെ അത് എൻ്റെ മക്കളല്ലേ, അതിന് എൻ്റെ മോൻ്റെ അടുത്തേക്ക് അവർ പോകുന്നില്ലല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പോകുന്നുണ്ടല്ലോ, അമ്മ അവരടുത്ത് പോകും ഇവരുടെ അടുത്തേക്ക് പോകും. അപ്പം അങ്ങനെയായി പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പണി വരും. നാളെ ആവട്ടെ, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ എടുക്കും, അത് ഉറപ്പുള്ള കാര്യം, നാളെ തന്നെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വിനയൻ്റെ സ്വഭാവം ഏകദേശം പുറത്തു വരൽ വന്നു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ലതികയാണെങ്കിൽ അമ്പിളിയാണെങ്കിലോ രഘുവിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നീ അച്ഛന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തോ? വെച്ച് കൊടുത്തു. എന്തായാലും ഞാൻ അനുപമയ്ക്ക് വിളിച്ചിരുന്നു, അപ്പോൾ അനുപമ പറഞ്ഞു നമ്മളെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു എന്ന്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണ്, അച്ഛന് അവളുടെ വാക്കുകൾക്ക് കുറച്ച് മൂല്യം കൊടുക്കും, അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തോട്ട് വന്നു. എന്തായാലും നമ്മൾ ചെയ്തത് കുറച്ച് തെറ്റ് തന്നെയാണ്, അതും നീ മനസ്സിലാക്കണം അമ്പിളി. അത് എനിക്കറിയാം, അതുകൊണ്ട് പതിയെ അച്ഛൻ നമ്മളോട്ട് അടുത്തോളും, അമ്മാവൻ അടുത്തോളും, നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിളിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ധനനെയാണ് കേട്ടോ കാണിക്കുന്നത്. ധനൻ കയറി വരികയാണ്. അപ്പോൾ സുശീലയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. സുശീലയുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് സോന എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. അല്ല ഇവിടെ അല്ല അമ്മയെ വിളിക്കണോ? അല്ല ഞാൻ നിങ്ങളുടെയൊക്കെ അച്ഛൻ വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടു, നിങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ അച്ഛനെ? ഏതച്ഛൻ? എവിടുത്തെ അച്ഛൻ എന്ന് സോന പറയണം. അല്ല അപ്പം നിനക്ക് അച്ഛനില്ലേ? ഇവിടെ അച്ഛൻ വന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് സോനയോട് ധനൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാം ശേഖരൻ അവിടെ ഇരിക്കുന്നത് കാണുന്നു കേട്ടോ. ശേഖരനെ കാണുന്നതിനോട് കൂടി ധനൻ അങ്ങോട്ടേക്ക് പോവാണ്. നിങ്ങളുടെ കാര്യം അറിയാനും വിവരങ്ങൾ തിരക്കാനാണ് ഞാൻ വന്നത്, എന്നെ പരിചയമുണ്ടോ എന്ന് ശേഖരനോട് ചോദിക്കുമ്പോൾ ശേഖരൻ പറയണേ, ഞാൻ എന്നെ സഹായിച്ചവരെ ആരും മറക്കാറില്ല എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ സഹായിക്കല്ലല്ലോ ചെയ്തത്, ശരിക്കും ഉപദ്രവിക്കല്ലേ ചെയ്തത് എന്നിങ്ങനെ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സുഖമാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സുശീലയുടെ ഭർത്താവാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും സുശീല അങ്ങ് കയറി വരികയാണ്. എന്നിട്ട് പറയണേ, താൻ എന്താടോ പറയുന്നത്? എൻ്റെ ഭർത്താവ്, എൻ്റെ ആൻറ്റിയുടെ ഭർത്താവല്ലേ ഈ ഇരിക്കുന്നത്? എൻ്റെ ഭർത്താവ് എന്നോ മരിച്ചു പോയിന്ന് തന്നോട് ഞാൻ പറഞ്ഞത്. അല്ല ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ ഒരു സംസാരത്തിലോട്ട് എത്തുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.